ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ. ജി സുധാകരന് ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതിയാരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008 2009 ഈ ജി സുധാകരനെ കുറിച്ച്. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാന്നേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നീങ്ങുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ ഒരു ആരിഫ് അടക്കം പറയുന്നു അത് മുൻകൂട്ട് ജി സുധാകരൻ പ്ലാൻ ചെയ്തു പോയതാണ്. UDF നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു എന്നെല്ലാം. അങ്ങനെ വല്ലതൊക്കെ നടന്നിട്ടുണ്ടോ? അതൊന്നുമല്ല. അത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പത്തുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് കാലിന് ഒരു പരിക്ക് പറ്റി കിടന്ന സമയത്ത് ഞാൻ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അത് ഞങ്ങളിപ്പോൾ ആലപ്പുഴ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അതൊരു ബന്ധമാണ്. നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പന്നിയൻ രവീന്ദ്രൻ എനിക്കെതിരെ 2011 മത്സരിച്ച ഞാനും അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്. ഭയങ്കര സ്നേഹബന്ധമാണ്. വലിയ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളിവിടെ മത്സരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല രണ്ടുപേരും. ആ സൗഹൃദം ഞങ്ങളിപ്പോഴും പുലർത്തുന്നത് ഒരുപാട് ആളുകളുമായിട്ട്. അതുപോലെ ആദരവോടുകൂടി ബഹുമാനം നമ്മൾ ഉള്ള ഒരാളാണ് ജി സുധാകരൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും. തളിപ്പറമ്പ് സീറ്റിലും ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ വലിയ വിവാദമായിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റ്. അല്ല, CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് ആ പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ. ആ തളിപ്പറമ്പിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 25 കൊല്ലം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. അവരാണ് ആന്തൂരിലെ ഷാജന്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രേരണയായി നിന്നത് അവരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരുടെ അർഹത എന്ന് പറയുന്നത് അത് CPM ആണ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടില്ല. പക്ഷേ പാർട്ടിക്കകത്താണ് എതിർപ്പ്. പാർട്ടിക്കകത്താണ് അതിശക്തമായ എതിർപ്പുള്ളത്. സ്ഥാനാർത്ഥികളെ ഇപ്പൊ AM ഷംസീറിന് തലശ്ശേരിയിൽ സീറ്റില്ല. അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ല, വേറെ ചിലർക്ക് കൊടുത്തു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളൊന്നും അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. അവരുടെ പാർട്ടി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുക്കും. അതിലിടപെടാൻ നിൽക്കേണ്ട ആരും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നീ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നീ രാവിലെ അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തോ പരിപാടിയായിട്ട് ഇന്ന് രാവിലെ. നീ ഇവിടം വരെ എറണാകുളത്തൊന്നും വരില്ല എനിക്കറിയാം. ഞാൻ സേതി പറഞ്ഞാട്ടാ, കളിയാക്കി പറഞ്ഞല്ല. ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാം സർക്കാർ അതെ നിങ്ങളെ അദ്ദേഹം വളരെ ക്ലാരിഫൈ ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ ഉണ്ടായ ഒരു സാധനം എടുത്ത് അതിന്ന് അദ്ദേഹം നന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100-ലധികം സീറ്റുമായി വരും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം 100% ശരിയാണ്. പ്രതിപക്ഷ നേതാവ് സതീശന് തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. കണക്കുകൂട്ടല് അദ്ദേഹത്തിന്റെ തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, നീ തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും പാർലമെന്റ് ഇലക്ഷനൊക്കെ നിന്റെ കണക്ക് കറക്റ്റായിരുന്നു. അത് എന്നോട് എപ്പോഴും പറയാറില്ല. അതാണ് എന്റെ കണക്ക് കൂട്ടൽ 100-ലധികം സീറ്റുമായി വരും എന്നുള്ള സതീശന്റെ കണക്ക് തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വെറുതെ നിങ്ങൾ പോയി കൺഫ്യൂഷൻ ആക്കായിരുന്നാ മതി. അല്ല, അതൊക്കെ അവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ. അതിൽ പലരും അർഹരായ ആളുകളായിരുന്നു മത്സരിക്കാൻ. പലരും അർഹരായ ആളുകളാണ്. ഞങ്ങളും വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ ചിലരെ തീരുമാനിച്ചത്. ഒന്നിലധികം ആളുകൾ വരും. ചിലപ്പോൾ സോഷ്യൽ ബാലൻസിന്റെ പേരിൽ കുറച്ചുകൂടി അർഹതയുള്ളവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അവരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അല്ലാതെ അവർ കഴിവില്ലാത്തവരോ കൊള്ളരുതാത്തവരോ അല്ലെ കൊള്ളില്ലാത്തവരോ മത്സരിക്കാൻ പറ്റാത്തവരോ ആയതുകൊണ്ടല്ല അവരെ മാറ്റിയത്. ഒരാളെയല്ലേ നിർത്താൻ പറ്റുള്ളൂ.
ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് അതൊക്കെ ഉണ്ട്, അതൊക്കെ സ്ഥാനാർത്ഥി ഉണ്ട്. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. എനിക്കും തൃപ്തിയില്ല കാര്യത്തിൽ. പോരാ, കുറച്ചുകൂടി കൊടുക്കണം. ആലപ്പുഴയിൽ പ്രാദേശിക കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. അവിടെയൊന്നും ഒരു ഭിന്നതയില്ല. നിങ്ങൾ ഇത് ആരോടെങ്കിലും ചെന്ന് വഴിയിൽ കൂടി പോണ ആരോടെങ്കിലും ചെന്ന് നിങ്ങളിങ്ങനെ മൈക്ക് വെച്ചിട്ട് ചോദിച്ചാൽ അയാളെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മുഴുവൻ പാർട്ടി സംവിധാനം എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. 48 മണിക്കൂർ എന്തെല്ലാം പണിയാണ് കാണിച്ചത്. മറ്റേ സുധാകരനും അടൂർ പ്രകാശം വെച്ചിട്ട് എന്തോരം പണി. അതെല്ലാം 7 നിലയിൽ പോയില്ലേ, ചീറ്റി പോയില്ലേ. ആരുടെ വിശ്വാസ്യതയാണ് പോയത്? കള്ള വാർത്തകൾ ഉണ്ടാക്കിയ, നുണ ബോംബുകൾ പൊട്ടിച്ച മാധ്യമങ്ങൾ എല്ലാവരും അല്ല. നുണ ബോംബുകൾ പൊട്ടിച്ച, മനഃപൂർവ്വം CPM-ന് വേണ്ടി പണിയെടുക്കുന്ന, അവരുടെ നിന്ന് പണം പറ്റിയിട്ട് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ 7 നിലയിൽ അവരുടെ ക്രെഡിബിലിറ്റി പൊട്ടിപ്പോയതാണ് കണ്ടത്. 7 നിലയിൽ ഇപ്പൊ ജനങ്ങൾ ചിരിക്കുകയാണ് എല്ലാവരും വിളിച്ചിട്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു. വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ TMT ബാർ, GP പൈപ്പ്, GI പൈപ്പ്, നെറ്റ് ഷീറ്റ്, റെയിൻ കട്ടേഴ്സ്, റൂട്ടിംഗ് ഷീറ്റ്, GI കോയിൽ, പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ്. ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ്, കഞ്ഞിപ്പുര, വളാഞ്ചേരി.